പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനം പോളിറ്റ് ബ്യൂറോയിലെ എതിർപ്പ് മറികടന്ന്. പോളിറ്റ് ബ്യൂറോയിലെ 5 അംഗങ്ങൾ തീരുമാനത്തെ എതിർത്തു. കഴിഞ്ഞ ആഴ്ച ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നതുമാണ്. ഈ യോഗത്തിൽ പിണറായി വിജയൻ തന്റെ നിലപാട് അറിയിച്ചിരുന്നില്ല. തുടർന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ചർച്ചയായില്ലെന്ന് ജനറൽ സെക്രട്ടറി എം.എ. ബേബി തന്നെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് പിണറായി വിജയന്റെ പേര് മുന്നോട്ട് വെക്കുകയും അത് സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്ത ഘട്ടത്തിലാണ് വീണ്ടും ഓൺലൈനിൽ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്തത്. അപ്പോഴാണ് വിഷയത്തിൽ എതിർപ്പുകൾ ഉയർന്നത്. പോളിറ്റ് ബ്യൂറോയിലെ ചുരുങ്ങിയത് 5 അംഗങ്ങളെങ്കിലും എതിർപ്പ് ഉന്നയിച്ചു എന്നുള്ളതാണ് വിവരം. എതിർത്തവരിൽ പാർട്ടി സെന്ററിലും ബംഗാളിൽ നിന്നുള്ള അംഗങ്ങളും ഉൾപ്പെടുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും M.V. ഗോവിന്ദനും അതിരൂക്ഷ വിമർശനം. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിലെ മണ്ടത്തരമെന്നും M.V. ഗോവിന്ദന്റെ ഓരോ പ്രതികരണത്തിലും ജനങ്ങൾ പാർട്ടിക്കെതിരെയാകുന്നെന്നും വിമർശനമുയർന്നു.